പത്തനംതിട്ട കൊടുമൺ സ്റ്റേഷനിലെ പോലീസിന് നേരെ ആക്രമണം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, പോലീസുകാർക്കെതിരായ ആക്രമണം ഏതായാലും സംസ്ഥാനത്തൊരു പരമ്പര പോലെ നീങ്ങുകയാണ്. ഈ കൊടുമൺ പോലീസിൽ ഉണ്ടായ ആക്രമണം, പോലീസിന് നേരെ ഉണ്ടായ ആക്രമണം ആരാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആരൊക്കെയാണ് പിടിയിലായിരിക്കുന്നത്? ലക്ഷ്മി, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട അതുൽകുമാർ എന്ന ഒരു വ്യക്തി കഴിഞ്ഞ വ്യാഴാഴ്ച ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അടക്കവും അതുപോലെയുള്ള സംസ്കാര ചടങ്ങുകളെല്ലാം ഇന്നലെയായിരുന്നു. ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അവിടെ ഒത്തുകൂടിയ ചെറുപ്പക്കാർ ഈ അതുൽകുമാറിന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള അരുൺ മുരളി, അർജുൻ, ആനന്ദ്, സബിൻലാൽ, അബിൻ, വിപിൻ കുമാർ, ഇത്രയും പേരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരും അതുപോലെ മറ്റ് ഉള്ള സുഹൃത്തുക്കളും ചേർന്ന് പോലീസിന് നേരെ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. പോലീസിന് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ പോലീസ് ജീപ്പിന് നേരെ കല്ലുകൾ വലിച്ചെറിയുകയും അതുപോലെ വാഹനം തടഞ്ഞു നിർത്തുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. നിലവിൽ 6 പേരെയാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. 10 പേരാണ് ഈ കേസിലെ ആകെ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാക്കളും അതുപോലെ തന്നെ പോലീസും തമ്മിൽ ഏറെ കാലമായി പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് പറയുന്നത് ഈ യുവാക്കൾക്ക്, ഇപ്പോൾ പിടിയിലായ യുവാക്കൾക്കും അതുപോലെയുള്ള ഇവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ ലഹരി മാഫിയുമായി വലിയ ബന്ധമുണ്ട്, ലഹരി വിൽപ്പനയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.